ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത 12-ാം അധ്യായം ഭക്തിയോഗത്തിലെ 17-ാമത്തെ ശ്ലോകം. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭപരിത്യാഗി ഭക്തിമാൻ യസമേ പ്രിയഃ. യഹ ന ഹൃഷ്യതി, ആര് ആഹ്ലാദിക്കുന്നില്ലയോ, ന ദ്വേഷ്ടി ദ്വേഷിക്കുന്നില്ലയോ, ന ശോചതി ദുഃഖിക്കുന്നില്ലയോ, ന കാംക്ഷതി ആഗ്രഹിക്കുന്നില്ലയോ, ശുഭാശുഭ പരിത്യാഗി നന്മ തിന്മകളെ വെടിഞ്ഞ സഹാഭക്തിമാൻ മേ പ്രിയഃ, ആ ഭക്തൻ എനിക്ക് പ്രിയനാകുന്നു. യാതൊരാൾ സന്തോഷിക്കുകയോ ദ്വേഷിക്കുകയോ ദുഃഖിക്കുകയോ ഒന്നും ആഗ്രഹിക്കുകയോ ചെയ്യാതെ ശുഭവും അശുഭവുമായ കർമ്മങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്ന ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി എന്ന് പറഞ്ഞല്ലോ. അത്യന്തം അഭികാമ്യവും നേടുവാൻ പ്രയാസമുള്ളതുമായ ഇഷ്ടവസ്തുവിൻ്റെ ലാഭത്തിലുണ്ടാകുന്ന മതിമറന്ന ആഹ്ലാദമാണ് ഹർഷം എന്ന് പറയുന്നത്. അനിഷ്ടകരമായ വസ്തുക്കളോടും പരിതസ്ഥിതികളോടുമുള്ള മനോഭാവം ദ്വേഷവുമാകുന്നു. ഒരു യഥാർത്ഥ ഭക്തന് ഇന്നത് പ്രത്യേകം കിട്ടണമെന്ന ആഗ്രഹമൊന്നുമില്ല. ആഗ്രഹിക്കാത്ത വസ്തുക്കളോ സംഭവങ്ങളോ വന്നു ചേർന്നാൽ അവയോട് വെറുപ്പുമില്ല. അയാളുടെ ദൃഷ്ടിയിൽ കൊള്ളാനോ തള്ളാനോ ഒന്നുമില്ല. ന ശോചതി ന കാംക്ഷതി എന്ന് പറഞ്ഞു. ഇഷ്ടവസ്തു നഷ്ടപ്പെട്ടാൽ ശോകമുണ്ടാകും. ഇപ്പോൾ ഇല്ലാത്ത വല്ലതും കിട്ടണമെന്നുള്ളതാണ് കാംക്ഷ അല്ലെങ്കിൽ ആഗ്രഹം. ഒരു സിദ്ധപുരുഷൻ്റെ ഇഷ്ടവസ്തു എന്ന് പറയുന്നത് ആത്മാവാണ്. അതൊരിക്കലും അയാളിൽ നിന്ന് വേറിട്ട് പോവാത്തതാണ്. മറ്റൊരു വസ്തുവിലും അയാൾക്ക് ആഗ്രഹമുണ്ടാവില്ല. ഏതൊന്ന് ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാം ലഭിച്ചതായി ഭവിക്കുമോ ആ ആത്മലാഭം അയാൾക്ക് കൈവന്നിരിക്കുന്നു. സർവവും ആത്മാവായതുകൊണ്ട് ആത്മലാഭം തന്നെയാണ് സർവലാഭം. ശുഭാശുഭ പരിത്യാഗി എന്ന് പറഞ്ഞു. നമുക്ക് സുഖമോ ദുഃഖമോ ഉണ്ടാക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി ലോകത്തിലെ എല്ലാറ്റിനെയും നല്ലതെന്നും ചീത്തയെന്നും രണ്ടായി തിരിക്കാം. എന്നാൽ ദ്വന്ദ്വഭാവങ്ങളുടെ മണ്ഡലത്തിനപ്പുറം വർത്തിക്കുന്ന അതീന്ദ്രിയാനുഭൂതിയിൽ അഭിരമിക്കുന്ന ഒരുവന് മനോബുദ്ധി തലങ്ങളിൽ സംഭവിക്കുന്ന ഒന്നും തന്നെ ഗൗരവമായി പരിഗണിക്കപ്പെടേണ്ടവയല്ല. ഇഷ്ടം അനിഷ്ടം ശുഭം അശുഭം ഇവയെല്ലാം ജഡപ്രപഞ്ചത്തിലെ സാപേക്ഷ അനുഭവങ്ങളാണ്. ഇഷ്ടത്തിൽ സന്തോഷിച്ചാൽ അനിഷ്ടത്തിൽ തീർച്ചയായും ദുഃഖിക്കേണ്ടതായി വരും. പുണ്യമുണ്ടെന്ന് കരുതിയാൽ പാപത്തെ ഭയപ്പെടേണ്ടി വരും. എന്നാൽ സർവത്ര ഒരേ ഈശ്വര സത്തയെ മാത്രം കണ്ട് ഭജിക്കുന്ന പ്രിയഭക്തൻ ഒന്നും വിശേഷിച്ച് ആഗ്രഹിക്കുന്നില്ല. ഇഷ്ടാനിഷ്ടങ്ങളില്ലാത്തതുകൊണ്ട് ഹർഷദ്വേഷങ്ങളും വേണ്ടി വരുന്നില്ല. ശരീരം കർമ്മം ചെയ്താലും കർത്തൃഭാവമില്ലാതെ എല്ലാം ഈശ്വരാർപ്പണമായി തീരുന്നത് കൊണ്ട് പുണ്യപാപചിന്ത അദ്ദേഹത്തെ സ്പർശിക്കുന്നതേയില്ല. അദ്ദേഹത്തിന് ഒന്നും സ്വീകരിക്കാനുമില്ല, ഒന്നും ഉപേക്ഷിക്കാനുമില്ല. പ്രിയഭക്തന്റെ ഉദാസീനതയ്ക്ക് എന്തുമാത്രം വ്യാപ്തിയുണ്ടെന്നാണ് ഇനി അടുത്ത 2 ശ്ലോകങ്ങൾ കൊണ്ട് വ്യക്തമാക്കുന്നത്. 18, 19 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. സമ ശത്രൗ ച മിത്രേ ച തഥാ മാനാപമാനയോഹോ ശീതോഷ്ണ സുഖദുഃഖേഷു സമ സംഗവിവർജിതഃ തുല്യനിന്ദാസ്തുതിർമൗനീ സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഃ. ശത്രൗ ച മിത്രേ ച തഥാ, ശത്രുവിലും മിത്രത്തിലും അതുപോലെ, മാനാപമാനയോഹോ സമഃ, മാനത്തിലും അപമാനത്തിലും സമഭാവമുള്ളവനും, ശീതോഷ്ണ സുഖദുഃഖേഷു, ശീതം ഉഷ്ണം സുഖം ദുഃഖം ഇവയിൽ സമഃ ഒരേ നിലയിൽ ഇരിക്കുന്നവനും, സംഘവിവർജിതഃ ഒന്നിനോടും ആസക്തിയില്ലാത്തവനും, തുല്യനിന്ദാസ്തുതിഹി നിന്നയും സ്തുതിയും തുല്യമായി കരുതുന്നവനും, മൗനി അതായത് മിണ്ടാതെ മൗനമായിട്ടിരിക്കുന്നവനും, യേന കേനചിത് സന്തുഷ്ടഃ കിട്ടിയതുകൊണ്ട് സന്തോഷിക്കുന്നവനും, അനികേതഃ ഒരു നിശ്ചിത വാസസ്ഥാനമില്ലാത്തവനും,
സ്ഥിരമതിഹി ഭഗവാനിൽ ഉറച്ച ബുദ്ധിയുള്ളവനും ഭക്തിമാൻ നരഹ ഭക്തിമാനുമായ മനുഷ്യൻ മേ പ്രിയഹ എനിക്ക് പ്രിയനാകുന്നു. ശത്രുവിലും മിത്രത്തിലും അതുപോലെ മാനത്തിലും അപമാനത്തിലും സമഭാവനയുള്ളവനും ശീതം ഉഷ്ണം സുഖം ദുഃഖം ഇവയിൽ ഒരേ നിലയിലിരിക്കുന്നവനും ഒന്നിനോടും ആസക്തിയില്ലാത്തവനും നിന്ദയും സ്തുതിയും തുല്യമായി കരുതുന്നവനും മിണ്ടാതെയിരിക്കുന്നവനും മൗനമായിട്ടിരിക്കുന്നവനും കിട്ടിയതുകൊണ്ട് സന്തോഷിക്കുന്നവനും ഒരു നിശ്ചിത വാസസ്ഥാനമില്ലാത്തവനും ഭഗവാനിൽ ഉറച്ച ബുദ്ധിയുള്ളവനും ഭക്തിമാനുമായ മനുഷ്യൻ എനിക്ക് പ്രിയനാകുന്നു. സമഹ ശത്രുച്ച മിത്രേച്ച എന്ന് പറഞ്ഞു. മിത്രത്തെയും ശത്രുവിനെയും ഒരുപോലെ കാണുന്നവൻ. നമ്മുടെ മാനസിക പ്രതികരണത്തിനനുസരിച്ചാണ് ഒരാളെ നാം ശത്രുവോ മിത്രമോ ആയി കണക്കാക്കുന്നത്. അത് ഹൃദയത്തെ സംബന്ധിക്കുന്നതാണ്, വൈകാരികമാണ്. മനസ്സിൻ്റെ വിലയിരുത്തലുകളുമായി തന്മയീഭാവം കൊള്ളാത്തയാളാണ് സിദ്ധപുരുഷൻ. അതിനാൽ അയാൾ ശത്രുവിനെയും മിത്രത്തെയും ഒരുപോലെ നോക്കിക്കാണുന്നു. തഥാ മാനാപമാനയോഹോ എന്ന് പറഞ്ഞു. അതുപോലെ മാനവും അപമാനവും ഒരുപോലെ കാണുന്നവൻ. അതത് സന്ദർഭങ്ങളിലെ മൂല്യബോധവും ചിന്താരീതിയും അനുസരിച്ച് ബുദ്ധി നിർണയിക്കുന്നതാണ് മാനവും അപമാനവും. ഒരിക്കൽ അപമാനമായി കരുതിയത് അതേ ആൾക്ക് തന്നെ സ്ഥലകാലങ്ങൾ മാറുമ്പോൾ മാനമായി തോന്നാം. ചുരുക്കത്തിൽ മാനാപമാനങ്ങൾ ബുദ്ധിയുടെ കൽപ്പനയാണ്. ആ മണ്ഡലത്തിൽ വ്യാപരിക്കുന്നവരെ മാത്രമേ അവ ബാധിക്കുകയുള്ളൂ. ശീതോഷ്ണ സുഖദുഃഖേഷു സമഹ എന്ന് പറഞ്ഞു. ശീതവും ഉഷ്ണവും സുഖവും ദുഃഖവും ഒരുപോലെ കാണുന്നവൻ. ശരീരതലത്തിലുണ്ടാകുന്ന അനുഭവങ്ങളാണ് ശീതോഷ്ണങ്ങൾ. അതുപോലെ തന്നെ മനസ്സിനെ ബാധിക്കുന്ന അനുഭവങ്ങളാണ് സുഖദുഃഖങ്ങൾ. മനസ്സംബന്ധിയായ എല്ലാ അനുഭവങ്ങളെയും ശരീരത്തിൻ്റെ സംബന്ധിച്ചതായ എല്ലാ അനുഭവങ്ങളെയും ഇത് സൂചിപ്പിക്കുന്നു. ശീതോഷ്ണം സുഖദുഃഖം മാനാപമാനം എന്നീ 3 പദങ്ങൾ ശരീര മനോബുദ്ധി തലങ്ങളിലെ എല്ലാ ജീവിതാനുഭവങ്ങളെയും സൂചിപ്പിക്കുന്നു. ഒരു യഥാർത്ഥ ഭക്തൻ ഇതിലൊന്നും അസ്വസ്ഥനാകുന്നില്ല. കാരണം അയാൾക്ക് ഒന്നിനോടും മമതയില്ല. വിവർജിത എന്നാണല്ലോ. ജഡോപാധികളായ ശരീര മനോബുദ്ധികളുമായുള്ള സംഘവും തന്മയീഭാവവും കൊണ്ടാണ് നാം നിസ്സഹായരായി പരിതസ്ഥിതികളുടെ താളത്തിനൊത്ത് തുള്ളേണ്ടി വരുന്നത്. ഈ ഉപാധികളുമായുള്ള സംഘം വിട്ടവൻ അവയുടെ എല്ലാം അധീശനാണ്. തുല്യ നിന്നാസ്തുതിഹി എന്ന് പറഞ്ഞു. നിന്നയും സ്തുതിയും ഒരുപോലെ കാണുന്നവൻ. അതായത് പുകഴ്ത്തുന്നതും ഇകഴ്ത്തുന്നതും ഒരുപോലെയാണ് ഈ സാധകന്. നിന്ന കേട്ട് തഴമ്പിച്ചിട്ടല്ല, നിന്ദിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാഞ്ഞിട്ടുമല്ല. ദിവ്യമായ അതീന്ദ്രിയാനുഭൂതിയിൽ തൻ്റേതായ ഒരു മണ്ഡലത്തിൽ ജീവിക്കുന്ന ഒരു ഭക്തോത്തമനെ സംബന്ധിച്ചിടത്തോളം ലൗകികരുടെ നിന്ദയ്ക്കും സ്തുതിക്കുമൊന്നും പ്രാധാന്യമേയില്ല. ജനങ്ങൾ ഇന്ന് സ്തുതിക്കുന്നവരെ നാളെ നിന്ദിച്ചേക്കാം. ഇന്നലെ നിന്ദിക്കപ്പെട്ടവൻ ഇന്ന് വാഴ്ത്തപ്പെടുന്ന നേതാവായിരിക്കാം. നിന്ദാസ്തുതികൾ അത് പ്രകടിപ്പിക്കുന്നവരുടെ മാറിക്കൊണ്ടിരിക്കുന്ന വിചിത്ര ഭാവനകളല്ലാതെ മറ്റൊന്നുമല്ല. മൗനി എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു യഥാർത്ഥ സാധകൻ മിതഭാഷിയായിരിക്കും. ശാരീരികമായി മാത്രമല്ല, മാനസികമായി പോലും. ആന്തരമൗനമാണ് യഥാർത്ഥ മൗനം. ശാരീരികമായി മൗനം കൊള്ളുകയും മനസ്സിനെ കയറൂരി വിടുകയും ചെയ്യുന്നത് മനോരോഗങ്ങൾക്ക് കാരണമാകും. മൗനമായി മനനം ചെയ്താലാണ് മൗനത്തിൻ്റെ വാചാലത ഗ്രഹിക്കാനാകും. സന്തുഷ്ടോ ഏന കേനച്ചിത്ത് എന്ന് പറഞ്ഞു. ചോദിക്കാതെയും പ്രതീക്ഷിക്കാതെയും എതിർച്ചയാ കിട്ടുന്നത് കൊണ്ട് മാത്രം സന്തുഷ്ടനാവുക എന്നതാണ് ആന്തരവികാസത്തിനു വേണ്ടി ശ്രമിക്കുന്ന എല്ലാ യഥാർത്ഥ സാധകരും ചെയ്യേണ്ടത്. ജീവിതത്തിൽ അനാവശ്യമായ ആവശ്യങ്ങളെ അംഗീകരിക്കുകയും അവ നിറവേറ്റാൻ പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനിക്കാത്ത കളിയാണ്. എന്നാൽ നിറവേറുന്തോറും ആവശ്യങ്ങൾ അതിവേഗം കൂടിക്കൊണ്ടിരിക്കുക എന്നത് മനസ്സിൻ്റെ സ്വഭാവമാണ്. കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നതാണ് ഇവിടെ ബുദ്ധിപൂർവമായ നയം. അല്ലാഞ്ഞാൽ ജീവിതത്തിൻ്റെ പരമലക്ഷ്യം പ്രാപിക്കുന്നതിന് പരിശ്രമിക്കുവാൻ സമയമുണ്ടാവില്ല. എല്ലാ വഴിയിലൂടെയും സാധിക്കേണ്ടത് ആത്മോദ്ധാരണമാണ്. മഹാഭാരതത്തിൽ പറയുന്നു, എന്തെങ്കിലും ഉടുത്തും എന്തെങ്കിലും കഴിച്ചും എവിടെയെങ്കിലും കിടന്നും ബ്രഹ്മാനുഭൂതിയിൽ അഭിരമിക്കുന്നവനെ ദേവന്മാർ ബ്രാഹ്മണൻ എന്ന് പറയുന്നു. അനികേതഹ എന്ന് പറഞ്ഞു. അതായത് പ്രതികൂലമായ കാലാവസ്ഥയിൽ രക്ഷ കിട്ടാൻ നാം ആശ്രയിക്കുന്ന നിവാസ സ്ഥാനമാണ് വീട്.
എന്നാൽ എല്ലാത്തരം ഉപാധികളെയും അതിലംഘിക്കുവാനും ഭൗതികമായ കെട്ടുപാടുകളിൽ നിന്ന് മുക്തനാകാനുമാണ് സാധകന്റെ ശ്രമം. ഉറച്ച ലക്ഷ്യബോധത്തോടെ, ആ ഉറച്ച ലക്ഷ്യബോധമുള്ളവന് സ്ഥിരമതിഹി എന്നാണ് പറയുക. അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി, ഉറച്ച ലക്ഷ്യബോധത്തോടു കൂടി അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തൻ ആരാണോ ആ നരൻ എനിക്ക് പ്രിയനാകുന്നു. ഭക്തിമാൻ മേ പ്രിയോ നരഹ എന്നാണല്ലോ. അതിനാൽ പരമാത്മ സാക്ഷാത്കാരത്തിന് പരിശ്രമിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ നരൻ അല്ലെങ്കിൽ മനുഷ്യൻ എന്ന പദത്തിന് അർഹൻ എന്നുകൂടി ഇവിടെ ഗീതാചാര്യൻ സൂചിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം. 10 ഗുണവിശേഷങ്ങളെ എടുത്തു കാട്ടുന്ന ഈ 2 ശ്ലോകങ്ങൾ ഭക്തലക്ഷണങ്ങളിൽ 5ാം ഭാഗമാകുന്നു. ചുരുക്കത്തിൽ ഒരു ഉത്തമ സാധകന്റെ വ്യക്തമായ ചിത്രമാണിത്. അയാളുടെ ബാഹ്യലോകബന്ധം, മാനസിക നില, ബുദ്ധി, ലോകത്തെ വിലയിരുത്തുന്ന വിധം എല്ലാം ഉൾപ്പെടെ കലാപരമായ 36 വരകൾ കൊണ്ട് ഭഗവാൻ ഇത് വരച്ചു തന്നിരിക്കുകയാണ്. അടുത്ത ഒരു ശ്ലോകത്തോടു കൂടി ഈ അധ്യായം ഇവിടെ ഉപസംഹരിക്കുകയാണ്. 20ാമത്തെ ശ്ലോകം. യേതു ധർമ്മ്യാമൃതമിദം യഥോക്തം പര്യുപാസതേ ശ്രദ്ധധാനാ മത്പരമാ ഭക്താസ്തേതീവ മേ പ്രിയാഹ. യഥോക്തം മേൽ പ്രസ്താവിച്ച, ഇതുവരെ പറഞ്ഞ ഇതം ധർമ്മ്യാമൃതം, ഈ സനാതനധർമ്മത്തെ ശ്രദ്ധധാന അതീവ ശ്രദ്ധയോടെ മത്പരമാം എന്നെ തന്നെ പരമലക്ഷ്യമായി കരുതി യേതു പര്യുപാസതേ ആരൊക്കെ വേണ്ടും വണ്ണം ആചരിച്ചനുഷ്ഠിക്കുന്നുവോ തേ ഭക്താഹ ആ ഭക്തന്മാർ മേ അതീവ പ്രിയാഹ എനിക്ക് അത്യന്തം പ്രിയനാകുന്നു, പ്രിയപ്പെട്ടവനാകുന്നു. ധർമ്മ്യാമൃതമിതം യഥോക്തം എന്ന് പറഞ്ഞല്ലോ. ഏതാനും ശ്ലോകങ്ങൾ കൊണ്ട് സനാതനധർമ്മത്തെ ഇവിടെ സംഗ്രഹിച്ച് പറഞ്ഞു കഴിഞ്ഞു. ആത്മാനുഭൂതി നേടുകയും ആത്മജ്ഞാനത്തിൽ പ്രതിഷ്ഠിതനായി വ്യക്തിത്വത്തിൻ്റെ എല്ലാ തലങ്ങളിലും ശരീര മനോബുദ്ധി തലങ്ങളിൽ വ്യാപരിക്കുകയുമാണ് ഒരു ഹിന്ദുവിൻ്റെ ജീവിത ലക്ഷ്യം. ഇത് വെറുതെ മനസ്സിലാക്കുകയോ പതിവായി ആധ്യാത്മിക ഗ്രന്ഥപാരായണം നടത്തുകയോ യുക്തിപൂർവം അവയെ വ്യാഖ്യാനിക്കുക തന്നെയോ ചെയ്തതുകൊണ്ട് ആയില്ല. ആ തത്വങ്ങളെ വേണ്ട പോലെ സ്വാംശീകരിച്ച് പൂർണ്ണത നേടാൻ ഒരുവന് കഴിയണം. അതിനാൽ ഭക്തന് ശ്രദ്ധയുണ്ടായിരിക്കണം എന്ന് ഭഗവാൻ പറയുന്നു. അതുകൊണ്ടാണ് ശ്രദ്ധധാനാഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആധ്യാത്മിക ആശയങ്ങളെ സ്വാനുഭൂതിയിലൂടെ സ്വാംശീകരിക്കാനുള്ള കഴിവിനെയാണ് ഇവിടെ ശ്രദ്ധ എന്ന് പറഞ്ഞത്. ഭക്താസ്തേതീവ മേ പ്രിയാഹ എന്ന് പറഞ്ഞു. ആ ഭക്തന്മാർ എനിക്ക് അത്യന്തം പ്രിയരാകുന്നു. ഈ അവസാന ശ്ലോകത്തെ ഭക്തലക്ഷണ വിവരണത്തിൽ 6ാം ഭാഗമായി കരുതാവുന്നതാണ്. നേരത്തെ വിവരിച്ച 36 ഗുണങ്ങളോട് പ്രത്യേകിച്ചൊന്നും ഇതിൽ കൂട്ടിച്ചേർക്കുന്നില്ല. എങ്കിലും പറയപ്പെട്ട ഗുണങ്ങൾ വളർത്തിയെടുക്കുന്ന സാധകന്മാർ ഭഗവാന്റെ പരമവാത്സല്യത്തിന് പാത്രമാകുമെന്ന് ഭഗവാൻ തന്നെ ഇവിടെ ഉറപ്പു നൽകുന്നു. ഇങ്ങനെ ഈ ഭക്തിയോഗം എന്ന 12ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഓം തത്സത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ഭക്തിയോഗോ നാമ 12ാധ്യായഃ. ഓം ശ്രീ പരമാത്മനേ നമഃ.